ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ ഞാനിന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ഇടത്തരം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലിയറാക്കി എടുക്കാം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചെമ്മീനൊക്കെ നല്ല ക്ലിയറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കോൺഫ്ലോർ 2 വലിയ സ്പൂൺ തന്നെ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 2 വലിയ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പിഞ്ച് മസാലപ്പൊടിയും. ഇത് നമുക്ക് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. കാരണം ഈ ഒരു ചെമ്മീനിലെ ടേസ്റ്റ് നമുക്ക് ആ റൈസിന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് കുഴച്ച് വെച്ചത്. ഇനി നമ്മൾക്ക് ഇതേപോലൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ സോയാബീൻ. ഞാൻ ആ ചെറിയ ടൈപ്പിലുള്ള സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അതും സെയിം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം തന്നെ സോയാബീൻ ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സെയിം അതേപോലെ തന്നെ നമ്മുടെ കോൺഫ്ലോർ, ഉപ്പ്, മുളക് പൊടി, വിനാഗിരി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെമ്മീനിലും സോയാബീനിലും ഒക്കെ 2 വലിയ സ്പൂണോളം തന്നെ കോൺഫ്ലോർ ചേർത്തത് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാലപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കുഴച്ചെടുക്കുന്നത്. ഇത് നമ്മളൊരുപാട് ടൈം ഇങ്ങനെ കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു റൈസ് തയ്യാറാക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ്. ഇനിയിപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് സോയാബീനാണ് കേട്ടോ. കാരണം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ പിന്നെ നമുക്ക് സോയാബീൻ പൊരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോയാബീൻ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. സോയാബീൻ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓയിൽ തന്നെ ചെമ്മീനിട്ട് പൊരിച്ചെടുക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് മെസ്സേജ് അയച്ചിട്ടോ നേരിട്ട് കാണുമ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട്, റെസിപ്പി വീഡിയോ എന്താ ഇപ്പോൾ ചെയ്യാത്തതെന്ന്. ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. ഇൻഷാ അല്ലാഹ് പിന്നെ അതിന് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് പുറത്തുനിന്നൊരു സംഭവം പറിച്ചെടുത്തിട്ട് വരാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഉള്ളിത്തണ്ടാണ്. നമ്മുടെ ഒരു മുളച്ച ഉള്ളി ഉണ്ടായിന്. അപ്പോൾ ഞാനതൊരു പഴയ ബോട്ടിൽ ഇതേപോലെ മണ്ണ് നിറച്ച് ഇങ്ങനെ ഇവിടെ വെച്ചതാണ്. ഏതായാലും നമുക്കിത് റൈസിലേക്ക് എടുക്കാം. നിങ്ങൾക്കും എളുപ്പത്തിൽ തന്നെ ഇതുപോലെ പഴയ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇതാ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും എണ്ണ വേണ്ട. നമ്മൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമ്മുടെ ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് ഫ്രൈഡ് റൈസ് ടൈപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലൊന്നും നമുക്കിതിൽ വരില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ 5 വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞതും അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അതാണിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 2 ഇടത്തരം ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. നമ്മൾ ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ അതല്ല, ഫ്രൈഡ് റൈസ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. രണ്ടും കൂടിയിട്ടുള്ള ഒരു റൈസാണ് ഞാൻ തയ്യാറാക്കിയത്. കാരണം ഫ്രൈഡ് റൈസ് ആകുമ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന കറിയൊക്കെ വേറെ തയ്യാറാക്കേണ്ടതിൽ വരും. ഇതാകുമ്പോൾ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഉള്ളി ഒന്ന് വഴന്നാൽ മതി, ഒരുപാട് ഇതൊന്നും വേണ്ട. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ആ ഉള്ളിത്തണ്ട്, ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തത്, 2 പച്ചമുളക്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനൊക്കെ അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ആ ഉള്ളിത്തണ്ടും അതുപോലെ ഒരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് ഈ ഒരു റൈസിന് വേണ്ടി ചെയ്യുന്നത്.
ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വളരെ ഈസിയും സിമ്പിളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റൈസ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇതിലേക്ക് ഞാനൊരു ചിക്കൻ ക്യൂബ് ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് ഞാൻ 1.5 സ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൈസ് കുറച്ച് അത്യാവശ്യം നല്ല സ്പൈസി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. സോയാബീൻ ഞാനിപ്പോൾ ഇതിലിടുന്നില്ല, കാരണം അത് നമ്മളിപ്പം മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ സോയാബീൻ അതിൻ്റെ എണ്ണയും അതൊക്കെ കുടിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ ഞാൻ ഈ ഒരു മസാലയിലേക്ക് സോയാബീൻ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് ആ മസാലയിൽ കിടന്നിട്ട് ചെമ്മീനൊക്കെ നല്ല ഒരു ഇത് വരട്ടെ. അതിനിടയ്ക്ക് ഒരു നുള്ളു മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി മൂടി വെക്കാം. ഇനി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് കസൂരി മേത്തി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ 1.5 സ്പൂണോളം തന്നെ സോയാബീൻ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഈ ഒരു റെസിപ്പി വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് എൻ്റെ സംസാരമൊക്കെ വളരെ ബോറായിരിക്കും. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണോളം തന്നെ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഉള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അതായത് നേർമയായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യില്ലേ അതുപോലെ മുറിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊരിഞ്ഞ് വരണം. അതിനിടയ്ക്ക് അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യനട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും കാഷ്യനട്ടും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ റൈസിന് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പട്ടയും ഏലക്കായും ഗ്രാമ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി കേട്ടോ. അതേപോലെ ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്നൊന്നുമില്ല, ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തു എന്നേ ഉള്ളൂ. ഞാൻ 2 കപ്പ് അരിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതേ രീതിയിൽ ആരെങ്കിലും റൈസ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ നിന്ന് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ നന്നായിട്ട് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഗീ റൈസ് ഉണ്ടാക്കുന്നത് 2-3 വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വിശദമായിട്ട് ഞാൻ അത് പറയുന്നില്ല. ഇനി നമുക്ക് ഈ പാത്രം മൂടി വെച്ച് റൈസ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. റൈസ് നല്ല രീതിയിൽ തന്നെ നമ്മൾ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ പിന്നെ കുറച്ച് ഉടഞ്ഞ പോലെയൊക്കെ ഉണ്ട് ചോറ്, പക്ഷേ അങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ റൈസ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കാണുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മളൊരു ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഉള്ളി, തക്കാളി, അതേപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതൊക്കെ ഒരുപാട് മെനക്കെട്ട പണിയല്ലേ. പക്ഷെ നമുക്ക് ഇതിൽ 2 ഉള്ളിയും 1 തക്കാളിയും 5-6 അല്ലി വെളുത്തുള്ളിയും മാത്രമേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയത്താണ് ഞാൻ ഈ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് സോയാബീൻ അതിൽ കഴിക്കുമ്പം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് നല്ല സൂപ്പറായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. ബിരിയാണിയിലൊക്കെ നമുക്ക് ഒരുപാട് എണ്ണയൊക്കെ വേണം, അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും നമ്മുടെ സമയമൊക്കെ ലാഭമാണ്. ഇതാ നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല. അതുപോലെ ഈ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ചോറാണിത്. ഈ ഒരു റൈസിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ.
അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി